Hi everyone, welcome to Chemistry Tips Education. Hi all, Kerala State Pollution Control Board Assistant Scientist എന്ന പോസ്റ്റിലേക്കുള്ള എക്സാമിന്റെ പ്രിപ്പറേഷന് സഹായമാവുന്ന ക്ലാസുകൾ ഇന്ന് മുതൽ കെമിസ്ട്രി ടിപ്സിലൂടെ ആരംഭിക്കുകയാണ്. അപ്പോൾ സിലബസ് പ്രകാരമുള്ള MCQs നിങ്ങൾക്ക് ഈ ക്ലാസുകളിലൂടെ ലഭിക്കുന്നതായിരിക്കും. നമുക്കറിയാം അസിസ്റ്റന്റ് സയന്റിസ്റ്റ് സിലബസ് വന്നു. അതിൽ 4 പാർട്സ് ആണ് ഉള്ളത്. അതായത് പാർട്ട് 1 മൈക്രോബയോളജി, പാർട്ട് 2 ബയോടെക്നോളജി ആണ്, പാർട്ട് 3 കെമിസ്ട്രി, പാർട്ട് 4 വരുന്നത് എൻവയോൺമെന്റൽ സയൻസ് ഓർ ലൈഫ് സയൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പാർട്ട് 1 ആയിട്ടുള്ള മൈക്രോബയോളജിയിലുള്ള മോഡ്യൂൾ 1 അതായത് ടെക്നിക്സ് ഇൻ മൈക്രോബയോളജി എന്ന പോർഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 25 MCQs നമുക്ക് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ആണ് ഇവ. കേരള PSC മുൻപ് ഇതുപോലെ ടെക്നിക്കൽ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിവ. ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കാണ് നമുക്ക് ഈ മോഡ്യൂളിലൂടെ ലഭിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which among the following help us in getting a 3-dimensional picture of the specimen? Options: A. Transmission electron microscope, B. Scanning electron microscope, option C. Compound microscope, option D. Simple microscope. 3-dimensional picture of a specimen കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പൊ ഈ സെം അഥവാ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഈ 3-dimensional പിക്ചർ കിട്ടാൻ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ് ഏതാന്നുള്ളത്. പിന്നെ പറയുന്നത് സോളിഡ് ഒബ്ജക്റ്റിന്റെ സർഫസ് സ്റ്റഡി ചെയ്യാനും നമ്മൾ സെം ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ലൈറ്റിന് പകരം ബീം ഓഫ് ഇലക്ട്രോൺസ് ആണ് നമ്മൾ ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത് അറിയാം. പിന്നെ ഈ ടെം അതായത് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് മാഗ്നിഫിക്കേഷൻ കുറവാണെങ്കിലും മാക്സിമം ഫീൽഡ് ഓഫ് വ്യൂ ഈ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനാണ് ഉള്ളതെന്നും ഓർക്കുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ കണ്ടൻസർ ഓൺ എ ലൈറ്റ് മൈക്രോസ്കോപ്പ് യൂസ്ഡ് ഫോർ? കണ്ടൻസർ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ്: എ, ടു ഫോക്കസ് ദ ലൈറ്റ് സോഴ്സ്, ബി, ടു ഡിഫ്യൂസ് ദ ലൈറ്റ് സോഴ്സ്, ഓപ്ഷൻ സി, ടു പ്രൊവൈഡ് ദ ലൈറ്റ് സോഴ്സ്, ഓപ്ഷൻ ഡി, ടു കൺട്രോൾ ദ ലൈറ്റ് സോഴ്സ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ടു ഫോക്കസ് ദ ലൈറ്റ് സോഴ്സ്. അതായത് ഈ കണ്ടൻസർ എന്ന് പറയുന്നത് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ ആ ലൈറ്റ് സോഴ്സിന് താഴെയായിട്ട് കാണുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ഇത് ചെയ്യുന്നത് ഡൈവേർജഡ് ആയിട്ട് പോകുന്ന ലൈറ്റിനെ കൺവേർജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അതാണ് കണ്ടൻസറിന്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡിഫറൻഷ്യൽ സ്റ്റെയിൻ ടെക്നിക് ഈസ് വൺ ദാറ്റ് ഓപ്ഷൻ എ, show internal structures in a microorganism, B, can be used under different circumstances, option C, separate bacteria into different groups, option D, uses different microscopes for observing bacteria. ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ സി, സെപ്പറേറ്റ് ബാക്ടീരിയ ഇൻടു ഡിഫറെന്റ് ഗ്രൂപ്പ്. അതാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക്കിന്റെ യൂസ്. ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക്കിനകത്ത് മോർ ദാൻ 1 സ്റ്റെയിൻസ് ആണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. എക്സാമ്പിൾ ഓഫ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ഏതൊക്കെയാണ്? ഗ്രാം സ്റ്റെയിനിങ്ങും ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്, ഇതൊക്കെയാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക്കിന് ഉദാഹരണമായിട്ട് വരുന്നത്. അപ്പൊ ഇവയൊക്കെ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയാസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ. അടുത്ത ചോദ്യം, ടോട്ടൽ മാഗ്നിഫിക്കേഷൻ ഈസ് ഒബ്റ്റൈൻഡ് ബൈ. ഒരു മൈക്രോസ്കോപ്പിന്റെ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എന്നാൽ എന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, മാഗ്നിഫൈങ് പവർ ഓഫ് ഓക്കുലർ ലെൻസ്, ഓപ്ഷൻ ബി, മാഗ്നിഫൈങ് പവർ ഓഫ് ബൈനോക്കുലർ ലെൻസ്, ഓപ്ഷൻ സി, മാഗ്നിഫൈങ് പവർ ഓഫ് ബോത്ത് ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ഐപീസ്, ഓപ്ഷൻ ഡി, മാഗ്നിഫൈങ് പവർ ഓഫ് ഐപീസ്. ആൻസർ എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ സി, മാഗ്നിഫൈങ് പവർ ഓഫ് ബോത്ത് ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ഐപീസ്. ഇത് രണ്ടിന്റെയും കൂടി മാഗ്നിഫൈങ് പവർ ചേർന്നതാണ് ടോട്ടൽ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാഗ്നിഫിക്കേഷൻ? നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റിന്റെ ആക്ച്വൽ സൈസിനെ ലാർജർ ആക്കി കാണിക്കാനുള്ള ഒരു മൈക്രോസ്കോപ്പിന്റെ എബിലിറ്റി, അതാണ് മാഗ്നിഫിക്കേഷൻ അല്ലെ. അപ്പോൾ ലൈറ്റ് മൈക്രോസ്കോപ്പിനെക്കാളും കൂടുതൽ മാഗ്നിഫിക്കേഷൻ പവറാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനുള്ളത്. അപ്പൊ ഇതുപോലെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന പോലെ മറ്റൊരു ടേം ആണ് റെസൊല്യൂഷൻ.
മൈക്രോസ്കോപ്പിന്റെ റെസൊല്യൂഷൻ എന്താണെന്നുള്ളത്. അതായത് രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അവയുടെ ഡിസ്റ്റൻസ് ക്ലിയർ ആക്കി നമുക്ക് ആ രണ്ട് അടുത്തടുത്തിരിക്കുന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ എന്താണ് പോയിന്റ്സിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാനുള്ള മൈക്രോസ്കോപ്പിന്റെ കഴിവിനാണ് റെസൊല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അതായത് രണ്ട് ഒബ്ജക്റ്റ് അടുത്തടുത്തിരിക്കുകയാണെങ്കിൽ അത് തമ്മിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും അത് രണ്ടിന്റെ പൊസിഷൻ. അപ്പൊ ആ ഒരു എബിലിറ്റിയാണ് റെസൊല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Fifth question, what is the correct order of staining reagent in gram staining? അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. കറക്റ്റ് ആൻസർ ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ്. അതായത് ക്രിസ്റ്റൽ വയലറ്റ്, ദെൻ അയഡിൻ സൊല്യൂഷൻ, ദെൻ ആൽക്കഹോൾ, ദെൻ സഫ്രാനിൻ. അതായത് ആദ്യം ക്രിസ്റ്റൽ വയലറ്റ് പ്രൈമറി സ്റ്റെയിൻ ആയിട്ടുള്ള ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്യുന്നു, ദെൻ അയഡിൻ സൊല്യൂഷൻ മോർഡന്റ്. എല്ലാ എക്സാമിനും കണ്ടിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. മോർഡന്റ് ആയിട്ട് ഗ്രാം സ്റ്റെയിനിങ്ങിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? അയഡിൻ സൊല്യൂഷൻ. ദെൻ ഡീകളറൈസ് ചെയ്യാനായിട്ട് ആൽക്കഹോൾ ഉപയോഗിക്കുന്നു. ലാസ്റ്റ് കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് സഫ്രാനിനും ആഡ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഗ്രാം സ്റ്റെയിനിങ്ങിനകത്ത് ഉപയോഗിക്കുന്ന സ്റ്റെയിനിങ് റിയേജൻസിന്റെ ആ കറക്റ്റ് ഓർഡർ. ആറാമത്തെ ചോദ്യം, primary stain used in acid-fast staining is options A carbolfusin, B malachite green, option C methylene blue, option D saffranin. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കാർബോൾഫസിൻ. കാർബോൾഫസിൻ ആണ് ഈ പ്രൈമറി സ്റ്റെയിൻ ആയിട്ട് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിനകത്ത് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം എന്താണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്? അതൊരു ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ആണ്. ആരെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കുന്നത്? ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസം. അതായത് എക്സാമ്പിൾ മൈക്കോബാക്ടീരിയം. അപ്പൊ ഇവരുടെ സെൽ വാളിന് മൈക്കോളിക് ആസിഡ് എന്ന ഒരു മെറ്റീരിയലിന്റെ പ്രസൻസ് കാരണമാണ് ഇത്തരം ബാക്ടീരിയാസിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാനുള്ള കാര്യം. Seventh question, Schoeffer-Fulton method and Klein method are used to stain options A endospore, B flagella, C cell wall, option D none of the above. Answer option A endospore. Endospore stain ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് Schoeffer-Fulton മെത്തേഡും Klein മെത്തേഡും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ചോദ്യം, non-ionizing radiation and ionizing radiation are sterilization method mainly used in hospitals. Ultraviolet radiation is one example of non-ionizing radiation. Name the ionizing radiation. തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്നും ionizing radiation എക്സാമ്പിൾ ഏതാണ്? ഓപ്ഷൻസ് A infrared, B X-rays and gamma rays, option C halogens, D ethylene oxide. Answer option B X-rays and gamma rays. ഇവരാണ് അയനൈസിംഗ് റേഡിയേഷൻസിന് എക്സാമ്പിൾ. അപ്പോൾ അയനൈസിംഗ് റേഡിയേഷനും നോൺ അയനൈസിംഗ് റേഡിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നോൺ അയനൈസിംഗ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഇവർക്ക് വേവ് ലെങ്ത് കൂടുതലായിരിക്കും, എന്നാൽ ഇവർക്ക് എനർജിയും കുറവായിരിക്കും, അതോടൊപ്പം പെനിട്രേഷൻ പവറും കുറവായിരിക്കും. എന്നാൽ അയനൈസിംഗ് റേഡിയേഷൻ അതായത് എക്സ്റേസ്, ഗാമ റേസ് ഇവർക്കൊക്കെ വേവ് ലെങ്ത് കുറവായിരിക്കും, പക്ഷെ ഇവർക്ക് ഹൈ എനർജി ആയിരിക്കും, അതോടൊപ്പം പെനിട്രേറ്റീവ് പവർ, പെനിട്രേഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, ninth question, the decimal reduction time refers to the amount of time it takes to which of the following? എന്താണ് ഡെസിമൽ റിഡക്ഷൻ ടൈം എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് A reduce a microbial population by 10%, B reduce a microbial population by 0.1%, option C reduce a microbial population by 90%, option D completely eliminate a microbial population. അപ്പോൾ എന്താണ് ഡെസിമൽ റിഡക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ? ആൻസർ ഓപ്ഷൻ സി. ഡെസിമൽ റിഡക്ഷൻ ടൈം റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് ടൈം ടു ടേക്ക് എന്താണ് റെഡ്യൂസ് എ മൈക്രോബിയൽ പോപ്പുലേഷൻ ബൈ 90%. അപ്പൊ 90%ഉം മൈക്രോബിയൽ പോപ്പുലേഷനെ റെഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ടൈം, അതാണ് ഡെസിമൽ റിഡക്ഷൻ ടൈം. ഓക്കെ, പത്താമത്തെ ചോദ്യം, bleach is an example of which group of chemical used for the disinfection? Options are A heavy metal, B halogen, C alcohol, option D bis-biguanides.
അറിയാം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹാലജൻ. അതായത് ബ്ലീച്ചിങ് പൗഡർ എന്താണ് കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്? കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്. അതിലുള്ള ഹാലജൻ ഏതാണ്? ക്ലോറിൻ. 11th ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുകയാണ്. ആ സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത എക്യുപ്മെന്റ് ഏതാണ് എന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ് നോക്കാം. The boiling point of water will increase with the rising pressure. As a result, high temperature will be generated for sterilization. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. And this is the basic principle of which of the following equipment? Options: A. hot air oven, B. autoclave, option C. radiation, option D. incubator. ആൻസർ അറിയാമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി, ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഈ പറഞ്ഞത്. അതായത് പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ കൂടുന്നു. അത്തരത്തിൽ ഹൈ ടെമ്പറേച്ചർ ജനറേറ്റ് ചെയ്യുന്നത് വഴി സ്റ്റെറിലൈസേഷൻ നടക്കുന്നു. ഓക്കെ. 12ാമത്തെ ചോദ്യം. ദ ബേസിക് കമ്പോണന്റ് ഓഫ് സ്പെക്ട്രോഫോട്ടോമീറ്റർ. സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറയുന്ന എക്യുപ്മെന്റിന്റെ ബേസിക് കമ്പോണന്റ്സ് ഏതൊക്കെയാണ്? ഓപ്ഷൻസ് ഒന്ന് നോക്കുക നിങ്ങൾ. ഇപ്പോൾ ആൻസർ പറയാം. ആൻസർ ഓപ്ഷൻ സി. എങ്ങനെയാണ് ആ ഓർഡർ വരുന്നത് ആ കമ്പോണന്റ്സിന്റെ? ലൈറ്റ് സോഴ്സ്, ദെൻ മോണോക്രോമാറ്റർ, ദെൻ സാമ്പിൾ ഹോൾഡർ, പിന്നെ ഡിറ്റക്ടർ, അതിനുശേഷം റീഡ് ഔട്ട് ഡിവൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following technique is used to determine the protein sequence? Options: A. X-ray crystallography, B. NMR spectroscopy, option C. atomic spectroscopy, option D. mass spectroscopy. Answer option D. mass spectroscopy ആണ് പ്രോട്ടീൻ സീക്വൻസ് ഡിറ്റർമിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്. ഓക്കെ. 14th question. Holding period of hot air oven is? Options: A. 120 degrees Celsius for 15 minutes, option B. 72 degrees Celsius for 15 to 20 seconds, option C. 160 degrees Celsius for 1 hour, option D. 160 degrees Celsius for 15 minutes. Answer option C. 160 degrees Celsius for 1 hour. അതാണ് ഹോൾഡിംഗ് പീരീഡ് ഓഫ് ഹോട്ട് എയർ ഓവൻ. നമുക്കറിയാം ഹോട്ട് എയർ ഓവൻ എന്താണ്? ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ് അതിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്, അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ കോളം chromatography, the analytes are identified by the comparison of their options: A. bandwidth with that of the standard, B. resolution factor with that of the standard, option C. ratio of fronts with that of the standard, option D. retention time with that of the standard. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, റിട്ടൻഷൻ ടൈം വിത്ത് ദാറ്റ് ഓഫ് ദ സ്റ്റാൻഡേർഡ്. അപ്പോൾ കോളം ക്രോമാറ്റോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രോപ്പർട്ടിയാണ് റിട്ടൻഷൻ ഫാക്ടർ. എന്താണ് റിട്ടൻഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോർമുലയാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സോൾവെന്റ്. ഓക്കെ. 16th question. In reversed phase HPLC, options: A hydrophilic stationary phase is combined with a non-polar mobile phase, option B. A hydrophobic stationary phase is combined with a polar mobile phase, option C. A hydrophilic stationary phase is combined with a polar mobile phase, option D. A hydrophobic stationary phase is combined with a non-polar mobile phase. അപ്പോൾ റിവേഴ്സ്ഡ് ഫേസ് HPLCയിലെ സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും എങ്ങനെയായിരിക്കും അതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി. സ്റ്റേഷനറി ഫേസ് ഹൈഡ്രോഫോബിക്, അതായത് നോൺ പോളാറും മൊബൈൽ ഫേസ് പോളാറും ആയിരിക്കും. എന്നാൽ നോർമൽ ആയിട്ടുള്ള ഒരു HPLC മെത്തേഡിൽ സ്റ്റേഷനറി ഫേസ് പോളാറും മൊബൈൽ ഫേസ് നോൺ പോളാറും ആയിരിക്കും. ഓക്കെ. The first step towards achieving your dreams is having the right coach. Get the best education with Chemistry Tips Education and make your chemistry-based exam dreams come true. Download the app now.
17th question. Heavy metal content in water sample is measured by water sample le heavy metal inde presence enganeyana measure cheyyunnathu. Options: A. Atomic absorption spectrophotometer. Option B. Gas chromatograph. Option C. HPLC. Option D. TOC analyzer. Answer option A. Atomic absorption spectrophotometer. ഈ എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ടാണ് വാട്ടർ സാമ്പിളിലെ ഹെവി മെറ്റൽ കണ്ടന്റ് മെഷർ ചെയ്യുന്നത്. 18th question. The basic principle of separation in paper chromatography is. ഈ ക്വസ്റ്റ്യൻ JSA പേപ്പറിലും ഉണ്ടായിരുന്നു. Options: A. Adsorption. B. Partition. Option C. Ion exchange. Option D. None of these. Answer option B. Partition. അപ്പോൾ പേപ്പർ ക്രോമറ്റോഗ്രഫിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫി എന്ന് പറയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 19th question. Separation of amino acid by silica gel thin layer chromatography is based on. സിലിക്ക ജെൽ തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി ഉപയോഗിച്ച് അമിനോ ആസിഡ് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു എന്താണ് ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? ഓപ്ഷൻ A. Molecular size of the amino acids. B. Interaction of the amino group of amino acid with the stationary phase. Option C. Interaction of R group of the amino acid with stationary phase. Option D. Molecular charge of the individual amino acid. Answer വരുന്നത് ഓപ്ഷൻ സി, ഇന്ററാക്ഷൻ ഓഫ് R group of amino acid with stationary phase. അമിനോ ആസിഡിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പും സ്റ്റേഷനറി ഫേസ് തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ വഴിയാണ് സിലിക്ക ജെൽ തിൻ ലെയർ ക്രോമറ്റോഗ്രഫിയിലൂടെ അമിനോ ആസിഡിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. 20ാമത്തെ ചോദ്യം. ഇൻ SDS പേജ് ഇലക്ട്രോഫോറസിസ് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? SDS പേജ് ഇലക്ട്രോഫോറസിസുമായിട്ട് റിലേറ്റ് ചെയ്ത്. ഓപ്ഷൻസിൽ A. The protein move toward anode. Option B. The protein move toward cathode. Option C. Even multimeric protein produce single sharp band. Option D. pH of the buffer is 6.8. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് SDS പേജ് ഇലക്ട്രോഫോറസിസിൽ ദ പ്രോട്ടീൻ മൂവ് ടുവേർഡ് ആനോഡ്. എന്തുകൊണ്ടാണ്? പ്രോട്ടീൻസിന്റെ നെറ്റ് ചാർജ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ അവര് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള ആനോഡിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യമാണ്. ബയോടൈപ്പിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസം മേക്ക് യൂസ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ബയോടൈപ്പിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസം നടത്താനായിട്ട് ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്? ഓപ്ഷൻസിന് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പാറ്റേൺ ഓഫ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് എക്സ്പ്രസ്ഡ് ബൈ ആൻ ഐസൊലേറ്റ്. രണ്ടാമത്തേത് കൊളോണിയൽ മോർഫോളജി. മൂന്നാമത്തേത് എൻവയോൺമെന്റൽ ടോളറൻസ്. അപ്പൊ ഓപ്ഷൻസിൽ ഇപ്പൊ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് ബയോടൈപ്പിങ്ങിന് യൂസ് ചെയ്യുന്നതെന്ന് തന്നിട്ടുള്ളവയിൽ. ഓപ്ഷൻ എ 1 and 2, ബി 2 and 3, ഓപ്ഷൻ സി 1, 2 and 3, ഓപ്ഷൻ ഡി നൺ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1, 2 and 3. അതായത് പാറ്റേൺ ഓഫ് ദ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എക്സ്പ്രസ്ഡ് ബൈ ആൻ ഐസൊലേറ്റ്. അതായത് ആ ഓർഗാനിസം ഏത് തരത്തിലുള്ള മെറ്റബോളിക് ആക്ടിവിറ്റി ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ കൊളോണിയൽ മോർഫോളജി, അവരുടെ കോളനി മോർഫോളജി എങ്ങനെയാണുള്ളതാണ്. പിന്നെ അവരുടെ ആ എൻവയോൺമെന്റൽ ടോളറൻസ് എങ്ങനെയാണ്. ഇതൊക്കെയാണ് ബയോടൈപ്പിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസം നോക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ബന്ധപ്പെട്ട മറ്റൊരു ടേമാണ് സീറോ ടൈപ്പ്. സീറോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ ആന്റിജനിക് പ്രോപ്പർട്ടി, അതായത് പാത്തജനിക് പ്രോപ്പർട്ടീസിനെയാണ് പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. 22ാമത്തെ ചോദ്യം. ഹൗ മെനി പെയർസ് ഓഫ് ആംപ്ലിഫിക്കേഷൻ പ്രൈമേഴ്സ് ആർ യൂസ്ഡ് ഇൻ നെസ്റ്റഡ് PCR? വെറും PCR അല്ല, നെസ്റ്റഡ് PCR. ഓപ്ഷൻസ് A 1, B 2, ഓപ്ഷൻ C 3, ഓപ്ഷൻ D 4. ആൻസർ ഓപ്ഷൻ ബി 2. 2 പെയർ ഓഫ് ആംപ്ലിഫിക്കേഷൻ പ്രൈമേഴ്സ് ആണ് നെസ്റ്റഡ് PCRൽ ഉപയോഗിക്കുന്നത്.
അപ്പോൾ നോർമൽ PCR ഒരു അഡ്വാൻസ്ഡ് ഫോം ആണ് നെസ്റ്റഡ് PCR. അപ്പോൾ ഇവിടെ എന്താണ് കണ്ടാമിനേഷൻ ഒക്കെ കുറയ്ക്കാനായിട്ട് അതുപോലെ സെൻസിറ്റിവിറ്റി കൂടുതൽ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ PCR ചെയ്യുന്നത്. അതായത് സക്സസീവ് ആയിട്ടുള്ള 2 ആംപ്ലിഫിക്കേഷൻ ആണ് ഈ നെസ്റ്റഡ് PCR നടത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Sequence of which of the following cannot be determined using the Maxam-Gilbert method? Options: A. Bacteria, B. Plants, option C. Bacteriophage T7, D. Plasmids. Answer option C. Bacteriophage T4. തന്നിട്ടുള്ളവയിൽ ബാക്ടീരിയോഫേജ് T4 ഒഴികെ ബാക്കിയെല്ലാം DNA സീക്വൻസിങ്ങും മാക്സം-ഗിൽബർട്ട് മെത്തേഡ് വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ DNA സീക്വൻസിങ് മെത്തേഡിൽ ഫസ്റ്റ് ജനറേഷൻ മെത്തേഡ്സ് എന്നറിയപ്പെടുന്നതിൽ ഒന്നാണ് മാക്സം-ഗിൽബർട്ട് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡാണ് സാങ്ങർ മെത്തേഡ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഫസ്റ്റ് ജനറേഷൻ DNA സീക്വൻസിങ് മെത്തേഡാണ്. പിന്നെ സെക്കൻഡ് ജനറേഷൻ എന്നറിയപ്പെടുന്ന ഒരു മെത്തേഡാണ് പൈറോ സീക്വൻസിങ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ മെത്തേഡ്സ് അതിനെയാണ് നെക്സ്റ്റ് ലെവൽ സീക്വൻസിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് ഇല്ലൂമിന സീക്വൻസിങ്, പിന്നെ ഹോൾ ജീനോം ഷോർട്ട് ഗൺ സീക്വൻസിങ്. ഇവയൊക്കെ ന്യൂ ജനറേഷൻ DNA സീക്വൻസിങ് മെത്തേഡിനകത്ത് ഉൾപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം, ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ ഗ്രൂപ്പ് ഓഫ് Archaea ഫോർ എ ഗ്രൂപ്പ് ഓഫ് prokaryotes ഓൺ ദ ബേസിസ് ഓഫ് phylogenetic analysis of 16S rRNA? 16S rRNA സീക്വൻസിങ് വഴി Archaea ഗ്രൂപ്പ് എന്ന ഒരു ഗ്രൂപ്പിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഓപ്ഷൻസ്: എ. റോജർ സ്റ്റെയ്നർ, ബി. കാൾ വൂസ്, ഓപ്ഷൻ സി. CB വാൻ നീൽ, ഓപ്ഷൻ ഡി. തിയോഡർ എസ്ചറിച്ച്. ആൻസർ ഓപ്ഷൻ ബി. കാൾ വൂസ്. കാൾ വൂസ് എന്ന സയന്റിസ്റ്റ് ആണ് 16S rRNA സീക്വൻസിങ് വഴി Archaea എന്ന ഗ്രൂപ്പ് ഓഫ് പ്രോക്യാരിയോട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 25ാമത്തെ ചോദ്യം. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേം ഏതാണെന്ന് കണ്ടെത്തുക. സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ദ സയൻസ് ഓഫ് studying the entire collection of mRNA molecule produced by cells, allowing the scientists to monitor difference in gene expression pattern between cells, and it is called, options are A. pharmacogenomics, B. transcriptomics, option C. genomics, option D. proteomics. Answer option B. transcriptomics. അപ്പോൾ the science of studying the entire collection of mRNA molecule produced by the cell. അപ്പോൾ ഇതാണ് എന്താണ് ട്രാൻസ്ക്രിപ്റ്റോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ 25 MCQs. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ MCQs ആയിട്ട് നമുക്ക് കാണാം. മറ്റൊരു ടോപ്പിക്കിലെ MCQs ആയിരിക്കും ആവാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.